ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ മെയിൻലി ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അതായത് നഴ്സസിൻ്റെ മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. അത് കൂടാതെ നമ്മളുടെ കുഞ്ഞു കുഞ്ഞു ട്രിപ്പ് വീഡിയോസും കുക്കിംഗ് വീഡിയോസും അങ്ങനെയുള്ളതൊക്കെ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ടോപ്പിക്കിലാണ്, കാരണം അതിനനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും കമൻസും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ ഒരു ടോപ്പിക്ക് ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇത് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ടും താഴെ ഇടുക. എനിക്കറിയുന്ന രീതിയിലുള്ള റിപ്ലൈസ് ഞാൻ എല്ലാവർക്കും തന്നെ കൊടുക്കാറുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു റിലവൻ്റ് ആണ് അല്ലെങ്കിൽ കുറച്ച് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണം എന്നുള്ള കമൻസ് എടുത്തിട്ട് ഞാൻ വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചാനലിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ഞാൻ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഉപകാരപ്പെടുമെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്ത് എന്നെയും കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാണ്ട് തന്നെ വീഡിയോയിലോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന വീഡിയോസിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്, വേറൊന്നുമല്ല, നമ്മുടെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന്റെ മുന്നേ ഒരു 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ അന്നത്തെ ദിവസം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതേപോലെ തന്നെ നമ്മളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പാർട്ട് എങ്ങനെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇന്റർവ്യൂ ഡേയിൽ പ്രസന്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടും, സെക്കൻഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു 5-6 ക്വസ്റ്റ്യൻസ്, അതായത് മസ്റ്റായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകേണ്ട 5-6 ക്വസ്റ്റ്യൻസും അതിന് എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസും ആയിരുന്നു. അപ്പോൾ ആ 2 വീഡിയോയും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിയിട്ട് വരണം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോസിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുള്ളതാണ്, കാരണം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാൻ അതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടിട്ട്, ഈ 3ാമത്തെ ആയിട്ടാണ്, പാർട്ട് 3 ആണിത്. അപ്പോൾ ഇതിൽ ഞാൻ മെയിനായിട്ട് ഒരൊറ്റ കാര്യമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, വേറൊന്നുമല്ല. ഇപ്പോഴത്തെ എല്ലാ ഇന്റർവ്യൂസിലും എല്ലാവരും ചോദിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ക്ലിനിക്കൽ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഇത് എങ്ങനെ ആൻസർ ചെയ്യും എന്നുള്ളത് എല്ലാവർക്കും പേടിയുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഫേസ് ചെയ്തപ്പോഴും എനിക്കും നല്ല പേടിയുണ്ടായിരുന്നു, കാരണം ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല ആ ഒരു ഇന്റർവ്യൂവിന് പോയ സമയത്ത്. അതായത് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ശരിക്കും ഒരു ക്വസ്റ്റ്യൻ അതിനുള്ള ആൻസർ എന്നുള്ള രീതിയിലായിരുന്നു പ്രിപ്പയർ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തപ്പോൾ ഞാനും ഒരു നിമിഷം സ്റ്റക്കായി പോയി, കാരണം ഇത് എവിടെ തുടങ്ങണം, എങ്ങനെ ഇത് പ്രസന്റ് ചെയ്യണം, കാര്യങ്ങളൊക്കെ നമുക്കറിയാം, പക്ഷെ ഇതെങ്ങനെ പ്രസന്റ് ചെയ്യും എന്നൊക്കെയുള്ളൊരു പേടി. അപ്പൊ ഞാൻ വിചാരിച്ചു അത് എന്തായാലും നിങ്ങളുടെ നഴ്സിംഗ് ഇന്റർവ്യൂവിൽ മസ്റ്റായിട്ട് ചോദിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ക്ലിനിക്കൽ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻഫർമേഷൻസ് പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്, കൂടുതലായിട്ട് അറിയേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ എല്ലാവർക്കും തന്നെ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അത് ഞാൻ ഉറപ്പായിട്ടും മുന്നോട്ടും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൽ നിന്നും ഇന്റർവ്യൂവിന് നമ്മളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ബിസി ആയി കഴിയുമ്പോൾ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ ഒരു പാർട്ട്ണറായിട്ട് നമുക്കൊരു നഴ്സിന് എന്തെങ്കിലും, സപ്പോസ് നമ്മളുടെ പേഷ്യന്റ് ഭയങ്കര സിക്കാണ് അല്ലെങ്കിൽ സീരിയസ് ആണ്, അപ്പോൾ നമുക്ക് ഹെൽപ്പിനായിട്ട് നമ്മളുടെ കൂടെ ഒരു നഴ്സിനെ കിട്ടുവാണ്. നമുക്ക് ആ വ്യക്തിനെ അറിയില്ല, നേരത്തെ അറിയില്ല, അയാൾക്ക് എത്രത്തോളം നോളജോ സ്കിൽസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഓക്കെ, ഐ ക്യാൻ ട്രസ്റ്റ് ദിസ് പേഴ്സൺ. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ജോലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അത് വ്യക്തമായിട്ട് ചെയ്യും. നമുക്കൊരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും കാര്യം മനസ്സിലാവും, ഇല്ലേ? ഇപ്പൊ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗിനെ നമ്മൾ ഫസ്റ്റ് ടൈം കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-15 മിനിറ്റ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നോളജ് സ്കിൽസ് ഇത് ഒരു പക്ഷെ നമുക്ക് ഒരു മുഴുവനും മനസ്സിലായില്ലെങ്കിലും ആ ഒരു കേപ്പബിലിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും.
അപ്പോൾ നമുക്കൊരു വ്യക്തിനെ ഇതേപോലെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് ചിന്തിക്കുന്നത് എന്താ, നമ്മൾ ഇവരുടെ കൂടെ ചെയ്യാനായിട്ട് ഞാൻ ഓക്കെ ആണോ, എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഞാൻ കുറച്ച് ജോലികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം കറക്റ്റായിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ആ വ്യക്തി ആ ജോലി ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ട്രസ്റ്റ് ഇഷ്യൂ എന്ന് നമുക്ക് പറയാം. കാരണം നമ്മളുടെ പേഷ്യന്റ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം നമ്മളത് വേറൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലും അത് നമ്മളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെ മാറി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഫസ്റ്റ് ടൈം. ഇപ്പൊ കാരണം നമുക്ക് ആ വ്യക്തിനെ അറിയില്ല. അപ്പൊ നമ്മള് അതാണ്, ഡു ഐ വോണ്ട് ടു വർക്ക് വിത്ത് ദിസ് പേഴ്സൺ, ക്യാൻ ഐ ട്രസ്റ്റ് ഹിം ഓർ ഹെർ. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ഈ ക്ലിനിക്കൽ എമർജൻസി മാനേജ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അവര് മാനേജ് ചെയ്യൂ. ഇങ്ങനെയുള്ള 2-3 ക്വസ്റ്റ്യൻസ് ഒരു സാധാരണ നഴ്സുമാരുടെ ഇടയിൽ തന്നെ ഇപ്പൊ നമുക്ക് നമ്മളുടെ ആ ഒരു ബിസി സിറ്റുവേഷനിൽ വേറൊരാളെ ഹെൽപ്പ് ചെയ്യാൻ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകളാണിത്. അപ്പോൾ ഇത് തന്നെയാണ് ബേസിക്കലി ഇന്റർവ്യൂവിലും സംഭവിക്കുന്നത്. അപ്പൊ ഇന്റർവ്യൂ നടത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലോട്ട് നമ്മളെ അവർ റിക്രൂട്ട് ചെയ്യുവാണ്, അവരുടെ ടീമിന്റെ ഭാഗമാകാൻ, അവരുടെ പേഷ്യന്റിനെ നോക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ക്ലിനിക്കൽ ഏരിയയിൽ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അവർക്ക് നമ്മളുടെ മാക്സിമം വേണം. ക്ലിനിക്കൽ ഒരു ക്വസ്റ്റ്യൻ ഇവർ പല രീതിയിൽ ചോദിക്കാം. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു 3 ഇന്റർവ്യൂ ഓസ്ട്രേലിയക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 3 ഇന്റർവ്യൂവിലും ക്ലിനിക്കൽ സിനാരിയോസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പല രീതിയിൽ ഇവർ പ്രസന്റ് ചെയ്യും. ഒരു ഇതിൽ കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മിനിറ്റ് തന്നെ ഇവർ ഈ ഒരു കേസ് എനിക്ക് പ്രസന്റ് ചെയ്തു. അതായത് ഫുൾ ഹിസ്റ്ററി പറഞ്ഞിട്ടാണ് ഈ പേഷ്യന്റ് ഇന്ന കാരണം കൊണ്ട് ഇന്ന ദിവസം ഇങ്ങനെ അഡ്മിറ്റായി, പേഷ്യന്റ് ഇന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ വാർഡ് സിനാരിയോയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട്, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നിങ്ങൾ പേഷ്യന്റിന്റെ റൂമിലേക്ക് ചെന്നപ്പോൾ പേഷ്യന്റ് വോമിറ്റ് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ബ്ലഡ് വോമിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഹൗ വിൽ യു മാനേജ് ദി സിറ്റുവേഷൻ, അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. ICU സെറ്റിംഗ്സിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലും ചോദിക്കും. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ICU ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ഒരു വാർഡ് ബേസ്ഡ് സിനാരിയോ, ഒരു പേഷ്യന്റ് നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ വോമിറ്റ് ചെയ്യുന്നു, അത് കണ്ടെയ്ൻസ് ബ്ലഡ്, അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ആക്ഷൻ എന്തായിരിക്കും, ഇതാണ് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നമ്മളുടെ അപ്പൊ അവര് നമ്മളുടെ മുഖത്തേക്കാണ് ആയിരിക്കുമല്ലോ നോക്കുന്നത്. മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട്. അപ്പൊ നമ്മളും അവരുടെ മുഖത്തേക്ക് നോക്കാതെ, നമ്മൾ ഒരു നിമിഷം ഒരുപക്ഷെ പാനിക്കാകാം, നമ്മളിങ്ങനെ എന്താ പറയാ, ഇതിനിപ്പോ ഞാൻ എങ്ങനെ ആൻസർ ചെയ്യും, നമ്മുടെ കണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഇങ്ങനെ റൂമിൽ മൊത്തം ഓടിക്കളിക്കുന്നത് നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ തന്നെ ഇപ്പൊ നമ്മൾ ഒരു 1 or 2 മിനിറ്റ്സ് അല്ലെങ്കിൽ സെക്കൻഡ്സ് നമ്മൾ സ്റ്റക്കായാൽ തന്നെ നമ്മളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് അത് റീഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ തന്നെ അവർക്ക് ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വരും. അതായത് ഈ ഒരു വ്യക്തിക്ക് എത്രത്തോളം ക്രിട്ടിക്കൽ തിങ്കിങ് കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനാരിയോ ഈ വ്യക്തി ആക്ച്വലി ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപക്ഷെ അവരുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, ഇതിന് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂവിൽ ഞാൻ ഇതൊന്നും പ്രിപ്പയർഡ് ആയിരുന്നില്ല. അത് ഇങ്ങോട്ടേക്കുള്ളതല്ല, വേറെയാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇതുപോലെ ഒരു ക്ലിനിക്കൽ സിനാരിയോ ക്വസ്റ്റ്യൻ ഫേസ് ചെയ്തപ്പോൾ എനിക്കും ഇതുപോലെ തന്നെ എവിടെ തുടങ്ങണം, ഇത് എങ്ങനെ ഒരു ഓർഡറിൽ പറയണം. പക്ഷെ നമ്മൾ ആ ഒരു സിറ്റുവേഷനിലാവുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ആ കാര്യം ചെയ്യും. പക്ഷെ ഹൗ ടു പുട്ട് ദാറ്റ് ഇൻ ടു വേർഡ്സ്, അതാണ് പ്രശ്നം. നമുക്ക് നമ്മളുടെ ആ ഒരു സംഭവം എങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് പറയണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത്. ക്ലിനിക്കൽ സിനാരിയോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപക്ഷെ നമുക്കത് പ്രോപ്പറായിട്ട്, അതായത് 1 by 1 പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് പറ്റിയില്ല, അല്ലെങ്കിൽ ആ ഒരു എമർജൻസി സിറ്റുവേഷൻ വേർഡിൽ കൂടെ മാനേജ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ആ ഇന്റർവ്യൂ ഫെയിൽ ആവാൻ വരെ ചാൻസ് ഉണ്ട്. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നല്ല അടിപൊളിയായിട്ട് ആൻസർ ചെയ്തു എന്ന് പറഞ്ഞാലും ഈ ഒരു ക്ലിനിക്കൽ സിനാരിയോ നമ്മൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഇന്റർവ്യൂ ഫെയിൽഡ് ആണ്. കാരണം നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും, നമ്മൾ എന്ന വ്യക്തിയുടെ ആ ഒരു സ്കില്ല് അല്ലെങ്കിൽ നമ്മുടെ ഒരു നോളജിനെയാണ് അവിടെ നമ്മൾ പ്രതിഫലിപ്പിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട്.
അതാണ് നമ്മൾ എത്രത്തോളം സേഫ് നേഴ്സാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. കാരണം നമുക്കിപ്പോൾ പ്രാക്ടിക്കൽ എക്സാംസ് ഒന്നും ഇല്ലല്ലോ ഈ ഒരു സംഭവം നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് കാണിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ വേർഡ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് ഈ ഒരു സിനാരിയോ പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്, ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, അത് കുഞ്ഞു സിറ്റുവേഷൻ ആയിക്കോട്ടെ, വലിയ ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നമ്മൾ ഒരിക്കലും നമ്മൾ മാത്രമായിട്ട് ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യും എന്ന് പറയരുത്. അപ്പം ഞാൻ ഇതിന്റെ പ്രീവിയസ് വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ നമ്മളുടെ അടുത്ത് നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് എസ്കലേറ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അതായത് പ്രോപ്പർ ചാനലിൽ കൂടെയുള്ള ആ ഒരു എസ്കലേഷൻ. അപ്പൊ അത് ഒരിക്കലും മറന്നു പോവാതെ നമ്മൾ പറയേണ്ട, ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം നഴ്സിംഗ് ഈസ് എ ടീം വർക്ക് അല്ലെങ്കിൽ ടീം എഫേർട്ട് ആണ് ഒരു നഴ്സിംഗ് ജോലി എന്ന് പറയുന്നത്. നമുക്കൊരിക്കലും നമ്മൾ മാത്രം മതി മാനേജ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു വർക്ക് പ്ലേസിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. ആ ഒരു കാര്യം നമ്മൾ ഈ ആൻസർ ചെയ്യുമ്പോൾ മനസ്സിൽ വെച്ചിട്ട് വേണം ആൻസർ സ്ട്രക്ചർ ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എയർലി എസ്കലേഷൻ, അത് ഒരു പോസിബിൾ ഡെത്ത് വരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എസ്കലേറ്റ് ഏർലി ആൻഡ് ആക്ട് വിതിൻ ദി ടീം, അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ഈ ഒരു ആൻസറിൽ കൊണ്ടുവരാനായിട്ടുള്ളത്. രണ്ടാമതായിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് അത് നമ്മൾ കാണിക്കണം. അതായത് നമുക്ക് ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ തിങ്സ് മാനേജ് ചെയ്യും, എത്ര കോൺഫിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എത്ര ഇതായിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ എസ്കലേറ്റ് ചെയ്യാനായിട്ട് പറ്റും ബിഫോർ സംതിങ് ഗോസ് റോങ്. അതാണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് നമ്മളിപ്പം പേഷ്യന്റ് ഭയങ്കരമായിട്ട് ഹൈപ്പോടെൻസീവായി അത് തീരെ BP കിട്ടാത്തൊരവസ്ഥയിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നോർമലിൽ നിന്ന് ബിലോ പോകുമ്പോൾ തന്നെ നമ്മൾ അത് എസ്കലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളും സേഫാണ്, പേഷ്യൻറ്റും സേഫാണ്. ഈ ക്ലിനിക്കൽ ക്വസ്റ്റ്യനിൽ നിന്ന് ഇവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. അതായത് ഞാൻ പറഞ്ഞു, നമ്മൾ എത്ര പെട്ടെന്ന് അല്ലെങ്കിൽ എത്ര നന്നായിട്ട് ഇത് എസ്കലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളുടെ മൾട്ടി ഡിസിപ്ലിനറി ടീമിനോട് ഇത് എസ്കലേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം. കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമതായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് ടീം വർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഫോളോ അപ്പ്. പിന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ ഈ ഒരു ആൻസറിൽ നിന്ന് അവർ അത് എടുക്കും. കാരണം നമ്മൾ the way we answer they could make out that how we follow these things. അതാണ് ഇതിന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതൊന്നും കേട്ടിട്ട് പേടിക്കേണ്ട കാര്യമില്ല. ഏത് രീതിയിൽ അവർ എങ്ങനെ ഏത് ക്ലിനിക്കൽ സിനാരിയോ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് അല്ലെങ്കിൽ ഒരു ഫോർമാറ്റാണ് ഇപ്പം ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫോർമുല എന്ന് ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റ് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതിനെ ഞാനൊരു 3-4 ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കേട്ടോ പറയുന്നത്. അതായത് ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ ഫോർ ഹെൽപ്പ്, അതായത് എസ്കലേഷൻ. അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി, ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ടത്. രണ്ടാമത്തേന്ന് പറയുന്നത് നെവർ ലീവ് ദ പേഷ്യൻ്റ് അലോൺ. ഇപ്പോൾ നമ്മളുടെ പേഷ്യൻ്റ് സിക്കായിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ഒരിക്കലും ലീവ് ചെയ്തിട്ട് പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല. മാക്സിമം സ്റ്റേ വിത്ത് ദ പേഷ്യൻ്റ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അസസ്മെന്റ് ആണ്. അസസ് ദ പേഷ്യന്റ് ആസ് സൂൺ ആസ് പോസിബിൾ. അതായത് നിങ്ങളുടെ പേഷ്യന്റിനെ നിങ്ങൾ പെട്ടെന്ന് തന്നെ അസസ് ചെയ്യുക. കാരണം അതൊരു ചേഞ്ച് ഓഫ് സിറ്റുവേഷൻ ആണ്, അതായത് ചേഞ്ച് ഓഫ് കണ്ടീഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള അസസ്മെന്റ് ചെയ്യുക. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇന്റർവെൻഷൻസ് ചെയ്യുക. അത് ഇപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഓർഡർ വേണ്ടാതെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന, നഴ്സസിന് തന്നെ ഡിസിഷൻ എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇന്റർവെൻഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. എക്സാമ്പിൾ ഞാൻ പുറകെ പറയാം കേട്ടോ. പിന്നെ വരുന്നത് എന്ന് പറയുന്നതാണ് ഡോക്ടേഴ്സിനോട് ഇൻഫോം ചെയ്യുക വിത്ത് പോസിബിൾ ഇന്റർവെൻഷൻസ്. അതായത് ഇപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡോക്ടേഴ്സിനോട് സജസ്റ്റ് ചെയ്യാമല്ലോ. കാരണം ഡോക്ടേഴ്സിനെക്കാട്ടിലും കൂടുതൽ സമയം പേഷ്യൻറ്റുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് നമ്മളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. അപ്പോൾ അത് നമുക്ക് സജഷൻ രൂപത്തിൽ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഈ 4 കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതെങ്ങനെ എന്തൊക്കെയാണ് ഈ ഒരു ഇതിൽ വരുന്നത് എന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൾ ഫോർ ഹെൽപ്പ്. കോൾ ഫോർ ഹെൽപ്പ് എന്ന് പറയുന്നത് എപ്പോഴും
നമ്മളുടെ പേഷ്യൻ്റ് ഒരു പ്രോബ്ലത്തിലാണ്, അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ ശരിയല്ല, ഇങ്ങനെ അല്ലായിരുന്നു, അവിടെ ഒരു ചേഞ്ച് ഉണ്ട് എന്ന് കാണുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും നമ്മളുടെ മാത്രമായിട്ട് ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാണ്ട് ഹെൽപ്പ് ചോദിക്കുക. അതിന് നമ്മളിപ്പം പുതിയതാണെങ്കിലും ഫ്രഷർ ആണെങ്കിലും ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മാത്രമായിട്ട് ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഗെറ്റ് ഹെൽപ്പ് ആസ് സൂൺ ആസ് പോസിബിൾ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഡെത്ത് വരെ ഒഴിവാക്കാനായിട്ട് എയർലി എസ്കലേഷൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിന് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ പേഷ്യൻ്റ് സഡൻലി അവരുടെ GCS ഡ്രോപ്പായി, ഇപ്പം നന്നായി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്, പെട്ടെന്ന് കൊളാപ്സ് ആയി അല്ലെങ്കിൽ സംസാരിക്കുന്നില്ല, പിന്നെ സീഷേഴ്സ്, അതായത് കൺവൽഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. അതേപോലെ ബ്ലീഡിങ്, ഇപ്പോൾ പോസ്റ്റ് ഓഫ് പേഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ബ്ലീഡിങ് നോട്ടീസ് ചെയ്തു, അതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്റർവെൻഷൻസ് ആവശ്യമുള്ള കുറച്ച് കേസുകളാണ് അല്ലേ. ഇത് ഞാൻ ഒരു ജനറൽ സെറ്റിങ്സിലാണ് കേട്ടോ പറയുന്നത്. അതേപോലെ തന്നെ വേറൊരു മെഡിക്കൽ എമർജൻസി എന്ന് പറയുന്നത് ചെസ്റ്റ് പെയിൻ. ഇപ്പൊ നന്നായി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പേഷ്യൻ്റ് ആണ്, പെട്ടെന്ന് ചെസ്റ്റ് പെയിൻ പറഞ്ഞു. അപ്പം ആ ഒരു ചെസ്റ്റ് പെയിൻ എത്ര സിവിയർ ആണെന്നുള്ളത് നമുക്കറിയില്ല. ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമാണ് ആ ചെസ്റ്റ് പെയിൻ്റെ സിവിയറിറ്റി അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ ലൈഫ് ത്രെറ്റനിങ് എമർജൻസി എന്നുള്ള രീതിയിൽ എസ്കലേറ്റ് ചെയ്യേണ്ട കുറച്ച് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നമ്മളുടെ മാത്രമായിട്ട്, അതായത് നമ്മൾ മാത്രമായിട്ട് ഈ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് എല്ലാവർക്കും പ്രോബ്ലം ആവുന്നത്. പേഷ്യന്റിന് പ്രോബ്ലം ആണ്, നമുക്ക് പ്രോബ്ലം ആണ്, അതിൽ പരം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് പ്രോബ്ലം ആണ്, പിന്നെ എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. അത് കൂടുതൽ പ്രോബ്ലംസിലേക്ക് പോകത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കോൾ ഫോർ ഹെൽപ്പ്. പിന്നെ നമ്മൾ ആരെ വിളിക്കും എന്നുള്ളത്, ഇപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഓഫ് കോഴ്സ് നമ്മൾ നമ്മളുടെ ചാർജ് നഴ്സിനെ തന്നെയാണ് വിളിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ വിളിക്കും എന്നുള്ളത്, അപ്പോൾ അത് ഓരോ ഹോസ്പിറ്റലിനും ഓരോ പ്രോട്ടോകോൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കറന്റ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ പറയുക. ഇപ്പോൾ കോൾ ബെൽ ഉണ്ടെങ്കിൽ അങ്ങനെ പറയുക, അതല്ലാന്നുണ്ടെങ്കിൽ എമർജൻസി ബെല്ലുകൾ കാണും. അപ്പോൾ അത് എങ്ങനെയാണോ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നടക്കുന്നത്, ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷൗട്ട് ചെയ്യാം അവിടെ നിന്നിട്ട്. ഷൗട്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും ഒക്കെ കേൾക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെയ്ബർ ആയിട്ടുള്ള നഴ്സസിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചിട്ട് ചാർജ് നഴ്സിനോട് പറയാനായിട്ട് പറയാം. അങ്ങനെ പല തരത്തിൽ നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ കറന്റ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എന്താണോ ഫെസിലിറ്റി ഉള്ളത് അത് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അതാണ് ആ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഫസ്റ്റ് റെസ്പോൺസ് എപ്പോഴും നമ്മുടെ ചാർജ് നഴ്സ് ആയിരിക്കും. അതാണ് ആ ഒരു എസ്കലേഷൻ നടക്കേണ്ടത് ആ ഒരു രീതിയിലാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഡോക്ടേഴ്സിനോട് പറയാം. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറയാവുന്നത്, നമുക്ക് ഡോക്ടേഴ്സ് അവിടെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അവരെ എപ്പോഴും ലൂപ്പിൽ വെക്കുന്നത് നമ്മളുടെ സേഫ്റ്റിക്കും പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റിക്കും നല്ലതാണ്. അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ ഡോക്ടേഴ്സിനോടൊക്കെ നമ്മൾ പറയുമ്പം ആ ഒരു SBAR ഫോർമാറ്റ് ഫോളോ ചെയ്യും എന്നുള്ളതും കൂടെ മെൻഷൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ SBAR എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ രാജ്യത്തും ഈ ഒരു ഫോർമാറ്റ് അപ്രൂവ്ഡ് ആണ്. അപ്പോൾ SBAR എന്താണെന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. സിറ്റുവേഷൻ, ബാക്ക്ഗ്രൗണ്ട് അസസ്മെന്റ് ആൻഡ് റെക്കമെൻഡേഷൻ. അപ്പോൾ ഇതിൽ നമ്മളുടെ പേഷ്യൻ്റ് എന്തിനു വന്നു, എന്തായിരുന്നു ഡയഗ്നോസിസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പം നമ്മൾ എന്തിനാണ് വിളിക്കുന്നത് എന്നുള്ള കാര്യമാണ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത്. പിന്നെ അസസ്മെന്റ് നമ്മളുടെ ഇപ്പോഴുള്ള വൈറ്റൽ സയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുക. പിന്നെ റെക്കമെൻഡേഷനിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോൾ പേഷ്യൻ്റ് വോമിറ്റ് ചെയ്യാണ്, അപ്പോൾ ആൻറ്റിഎമറ്റിക്സ് എന്തെങ്കിലും പ്രിസ്ക്രൈബ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നമുക്ക് ഒരു സജഷൻ പോലെ അവരുടെ അടുത്ത് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം, ആ ഒരു SBAR ഫോർമാറ്റ് ഫോളോ ചെയ്യും എന്നുള്ള കാര്യം പ്രത്യേകം പറയാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എസ്കലേറ്റ് ചെയ്യുമ്പോൾ. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് മാത്രമല്ല, ഇപ്പം നമ്മളുടെ റാപ്പിഡ് റെസ്പോൺസ് ടീം അല്ലെങ്കിൽ മെഡിക്കൽ എമർജൻസി ടീമൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ഹോസ്പിറ്റലിൽ. അപ്പോൾ അവരെയൊക്കെയാണ് നമ്മൾ വിളിക്കുന്നതെന്നുണ്ടെങ്കിലും ഈ ഒരു SBAR ഫോർമാറ്റ് ഫോളോ ചെയ്യുന്ന കാര്യം പ്രത്യേകം മെൻഷൻ ചെയ്യണം കേട്ടോ ഈ ആൻസറിന്. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്റ്റേ വിത്ത് ദ പേഷ്യൻറ്റ്, നെവർ ലീവ് ദ പേഷ്യൻ്റ് അലോൺ. അങ്ങനെ ഞാൻ പറയാനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹെൽപ്പിന് വിളിച്ചു, അപ്പോൾ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ നെയ്ബർ നഴ്സസും ആൾക്കാരും എല്ലാം ഉണ്ടാവും. നമ്മളുടെ പേഷ്യൻ്റ് ആണ്, നമ്മളാണ് പേഷ്യന്റിനെ ഹാൻഡ് ഓവർ എടുത്തേക്കുന്നത്, നമുക്കാണ് പേഷ്യന്റിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാവുന്നത്. ഇപ്പം ഞാൻ ആ ഒരു റൂമിലില്ല, നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തു പോയി എന്നുണ്ടെങ്കിൽ ഈ വരുന്നവരെല്ലാവരും പിന്നെ ഒന്നേന്ന് തുടങ്ങി നമ്മുടെ ഫയല് ജകഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ നോക്കി ആ ഒരു പ്രോപ്പർ ഹിസ്റ്ററി കൊടുക്കാനായിട്ട് അവർ ആരും ഉണ്ടാവില്ല. അപ്പം അതും ഈ ഒരു
കെയറിൽ ഡിലേ ആവുന്ന ഒരു കാര്യമാണ്. അതുമല്ല, സിക്കായിട്ടിരിക്കുന്ന ഒരു പേഷ്യന്റിനെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള നമ്മൾ വിട്ടിട്ട് പോവാന്ന് പറയുന്നത് അതൊരു നല്ല കാര്യം അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും പേഷ്യന്റിനെ വിട്ടിട്ട് പോകാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് ആവശ്യമുണ്ട്, ഇപ്പൊ നമുക്ക് സ്റ്റോർ റൂമിൽ നിന്ന് എന്തെങ്കിലും എടുക്കണം, അല്ലെങ്കിൽ മെഡിക്കേഷൻ റൂമിൽ നിന്ന് എന്തെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾവേസ് ഗെറ്റ് സംവൺ ടു ഗെറ്റ് ഇറ്റ് ഫോർ യു. അതാണ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ എപ്പോഴും നമ്മുടെ പേഷ്യന്റെ അടുത്ത് തന്നെ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്കാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പേഷ്യന്റിനെ ആ ഒരു സമയത്ത് അറിയാനായിട്ട് പറ്റുന്നത്. പിന്നെ അടുത്തത് നമുക്ക് ആ ഒരു നിൽക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ നിൽക്കുകയല്ല, നമുക്ക് പറ്റുന്ന ഇന്റർവെൻഷൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ പേഷ്യന്റ് പൊസിഷൻ ചെയ്യുക. ഇപ്പോൾ ഡീസാച്ചുറേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ഒന്ന് അപ്രൈറ്റ് ഒക്കെ ഇരുത്തി ഓക്സിജൻ ഒക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ ശരിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെക്രീഷൻ ലോഡൊക്കെ ആണെങ്കിൽ നമുക്ക് സക്ഷൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനൊന്നും ഡോക്ടേഴ്സിന്റെ റിട്ടേൺ ഓർഡറിന്റെ ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും മെഡിസിൻ കൊടുക്കുമ്പോഴാണല്ലോ നമുക്ക് ഇത് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നഴ്സിംഗ് ഇന്റർവെൻഷൻസ് പെർഫോം ചെയ്യുക പേഷ്യന്റ് അടുത്ത് നിന്നുകൊണ്ട്. അപ്പോൾ ഇതുവരെയായിട്ടും ഡോക്ടേഴ്സ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് വീണ്ടും ഡോക്ടേഴ്സിനെ വിളിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. ഡോക്ടേഴ്സിനെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ എസ്പാർ ഫോർമാറ്റിന്റെ കാര്യം പ്രത്യേകം മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ അടുത്ത് ചോദിക്കുക. അപ്പോൾ ബ്ലീഡിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, ഡു യു വാണ്ട് മീ ടു സെൻഡ് CBC, അല്ലെങ്കിൽ ഫുൾ ബ്ലഡ് കൗണ്ട് വിടേണ്ട കാര്യമുണ്ടോ, ഞാനിപ്പോൾ എടുക്കണോ, അതോ നിങ്ങൾ വന്ന് അസസ് ചെയ്ത് കഴിഞ്ഞിട്ട് മതിയോ. ഇപ്പം ബ്രീതിങ് ഡിഫിക്കൽറ്റി ആണ് അല്ലെങ്കിൽ ഡീസാച്ചുറേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെസ്റ്റ് എക്സ്റേ നമുക്ക് അങ്ങോട്ട് ചോദിക്കാം. ഡു യു വാണ്ട് എ ചെസ്റ്റ് എക്സ്റേ നൗ, അല്ലെങ്കിൽ ഡു യു വാണ്ട് മീ ടു പുട്ട് ഹിം ഓൺ ഹൈ ഫ്ലോ ഓർ ഇൻക്രീസ് ദി ഓക്സിജൻ ടു ദീസ് മെനി ലിറ്റേഴ്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ വോമിറ്റ് ചെയ്യണ പേഷ്യൻ്റ് ആണെങ്കിൽ ആന്റി എമറ്റിക്സ് എന്തെങ്കിലും കൊടുക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് പിന്നെ ഈ വെർബൽ ഓർഡറിനൊക്കെ ഓരോ ഹോസ്പിറ്റലിനും പ്രോട്ടോകോൾസ് ഉണ്ടാവും. അപ്പൊ അതനുസരിച്ചിട്ടൊക്കെ നമ്മൾ പിന്നീടാണ് അതിലേക്കൊക്കെ വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് സജഷൻ പോലെ ചോദിക്കാം എന്നുള്ള രീതിയിലും കൂടെ പറഞ്ഞു വെക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ ഇത് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യണം, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പോയിന്റുകൾ നമ്മൾ ഉൾപ്പെടുത്തണം എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിനാരിയോ എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. എക്സാമ്പിൾ നമുക്ക് ആദ്യം പറഞ്ഞ ആ ഒരു പേഷ്യന്റിനെ തന്നെ എടുക്കാം. അപ്പൊ ഇവര് പറയുമ്പോൾ നല്ല രീതിയിൽ മിക്കപ്പോഴും നല്ല ഫുൾ എക്സ്പ്ലനേഷൻ ആയിട്ട് തന്നെ ചോദിക്കും. അതായത് ഒരു 58-year-old മെയിൽ പേഷ്യന്റ് അഡ്മിറ്റഡ് വിത്ത് സംതിങ് എൽസ്, ഐ മീൻ അബ്ഡോമിനൽ പെയിൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പേഷ്യന്റ് ഇത്ര ദിവസം ICUയിൽ അഡ്മിറ്റഡ് ആയിരുന്നു, അങ്ങനെ ഫുള്ള് ഒരു ഹിസ്റ്ററി അവർ പറയും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലായിരിക്കും അവർ നമ്മുടെ അടുത്ത് പറയുന്നത്, when you walked into the room you saw the patient was vomiting. അപ്പോൾ നിങ്ങൾ എങ്ങനെ ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യും, ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ പേഷ്യന്റിന് എന്തൊക്കെ ലൈൻസ് ഉണ്ട്, എന്തൊക്കെയാണ് പേഷ്യന്റിന് അവൈലബിൾ ആയിട്ടുള്ളത്, ബ്ലഡ് റിസൾട്ട്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ പറയൂ കേട്ടോ. ഇതെല്ലാം നമുക്ക് തന്നിട്ടാണ്, ഹിന്റുകളെല്ലാം തന്നിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ അവർ സ്ട്രക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പേഷ്യന്റ് നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ വോമിറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് നമ്മൾ എങ്ങനെ ആ ഒരു ആൻസർ കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പറയാം, ആസ് ഐ entered the room I found the patient was vomiting. അപ്പോൾ the first thing we do is patient was lying down. അപ്പോൾ അതും നമ്മൾ ഓരോ വാക്കും ശ്രദ്ധിച്ചിട്ട് വേണം കേൾക്കാൻ. പേഷ്യന്റ് കിടക്കുമായിരുന്നു, കിടന്നുകൊണ്ടാണ് പേഷ്യന്റ് വോമിറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ, പേഷ്യന്റ് ആസ്പിറേഷൻ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പേഷ്യന്റിന്റെ റൂമിലേക്ക് ചെന്ന് കഴിയുമ്പോൾ വോമിറ്റ് ചെയ്യണ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഷ്യന്റിനെ ഇരുത്തും. എന്നിട്ട് വോമിറ്റ് ചെയ്യാനുള്ള മീൻസ് ആ കണ്ടെയ്നർ എന്തെങ്കിലും, ഇപ്പൊ അത് വോമിറ്റ് ബൗൾ അല്ല, നമ്മുടെ MSS ബൗൾ, MSS ബേസിൻ എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം നമുക്ക് ഈസിലി അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണോ നമുക്ക് അവൈലബിൾ ആയിട്ട് ആ ഒരു ബെഡ് സ്പേസിലുള്ളത് അതെടുത്ത് നമ്മൾ കൊടുക്കുക. പേഷ്യന്റിനെ നമ്മൾ കംഫർട്ടബിൾ ആയി പൊസിഷൻ ചെയ്യാം. അറ്റ് ദ സെയിം ടൈം I will escalate the issue അല്ലെങ്കിൽ ദി സിനാരിയോ ടു ദി ചാർജ് നഴ്സ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഒരു ബെഡ് സ്പേസിൽ കോൾ ബെൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ പ്രസ് ദ കോൾ ബെൽ ടു ഗെറ്റ് മോർ ഹെൽപ്പ് ഓർ ടു നോട്ടിഫൈ ദി ചാർജ് നഴ്സ് സോ ദാറ്റ് ഐ ക്യാൻ ഗെറ്റ് മോർ ഹെൽപ്പ്, അത് പറയാം. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാതെ അല്ല നമ്മൾ കോൾ ഫോർ ഹെൽപ്പ് ഡയറക്റ്റ്ലി ചെയ്യുന്നത്, പക്ഷെ ഇത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒന്നെങ്കിൽ ഷൗട്ട് ഫോർ ഹെൽപ്പ്, അപ്പോൾ നമുക്ക് നമ്മുടെ നെയ്ബറായിട്ടൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കേട്ടിട്ട് നമുക്ക് ഹെൽപ്പ് വരും.
അതല്ല എന്നുണ്ടെങ്കിൽ ഇഫ് യു ക്യാൻ റീച്ച് ഔട്ട് ടു ദ കോൾ ബെൽ പ്രസ് ഇറ്റ്. അതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യം ആയിട്ട് വരുന്നത് സ്റ്റേ വിത്ത് ദ പേഷ്യന്റ്. അപ്പൊ നമ്മൾ നിൽക്കുന്ന സമയത്ത് എന്താ ചെയ്യുക, അന്നേരത്തേക്കും ചാർജ് നേഴ്സും നമുക്ക് ആവശ്യത്തിനുള്ള ഹെൽപ്പൊക്കെ വരും. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ആളുടെ വൈറ്റൽ സയൻസ് നോക്കുക എന്നുള്ളതാണ്. പേഷ്യന്റ് വൈറ്റൽ സയൻസ് നോക്കുക. വൈറ്റൽ സയൻസ് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും പേഷ്യന്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ, അല്ലെങ്കിൽ പൾസ് റേറ്റ് കൂടുതലാണോ, എന്തുകൊണ്ടാണ് വൊമിറ്റ് ചെയ്യണേ എന്നുള്ള. പിന്നെ ഈ പേഷ്യന്റിന് എന്തെങ്കിലും പുതിയതായിട്ടുള്ള മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ, ഇതൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് അസസ് ചെയ്യാനായിട്ട് പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം NG ട്യൂബ് ഫീഡിങ് ഒക്കെ ഉള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആദ്യമേ സ്റ്റോപ്പ് ചെയ്തേക്കാം. പിന്നെ NG ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ആസ്പിരേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനൊന്നും നമുക്ക് ഡോക്ടേഴ്സിന്റെ ഓർഡർ വേണം എന്നുള്ളത് ഇല്ല. അപ്പോൾ പേഷ്യന്റ് വൊമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് NG ആസ്പിരേറ്റ് ചെയ്തിട്ട് കൂടുതൽ വോമിറ്റിങ്ങും ആസ്പിരേഷനും പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പുറകിലത്തെ കാര്യം. അപ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് ആ മൈന്യൂട്ട് കാര്യങ്ങളും കൂടെ പിക്ക് ചെയ്ത് ആൻസർ ചെയ്യുന്നതിനകത്താണ് നമ്മളുടെ വിജയം അവര് ഇംപ്രസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചാർജ് നേഴ്സ് നമ്മുടെ അടുത്ത് ഹെൽപ്പിന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പറയാം, ഇപ്പം നമുക്ക് നമ്മുടെ പേഷ്യന്റിനെ അറിയാം, അവർക്ക് ഇന്ന മെഡിസിൻ ആന്റിബയോട്ടിക്സ് എന്തെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് PRN സൈഡിൽ മിക്കപ്പോഴും തന്നെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ചോദിക്കാം, ക്യാൻ യു ഗെറ്റ് ദ ഡോക്ടർ ടു പ്രിസ്ക്രൈബ് സം ആന്റിബയോട്ടിക്സ്. അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മൾക്ക് ഉറപ്പില്ല, അപ്പൊ നമുക്കൊരു 5-6 പേഷ്യന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ഉറപ്പുണ്ടാവില്ല. അപ്പൊ നമുക്ക് പറയാം, കുഡ് യു പ്ലീസ് ചെക്ക് ദ ഫയൽ ടു ഗെറ്റ് സം ആന്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ്ഡ്, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ ചോദിക്കാനായിട്ട് പറ്റും. പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ട്രൈറ്റ് അവേ നമുക്കത് കൊടുക്കാം. പിന്നെ നമ്മൾ അസസ്മെന്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വോമിറ്റസിന്റെ എമൗണ്ട്, അതിന്റെ കളറ്, അതിന്റെ കൺസിസ്റ്റൻസി, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ അതിനകത്ത് ഡോക്യുമെന്റ് ചെയ്യുക. അതേസമയം പേഷ്യന്റിന്റെ GCS കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തു. ഇതൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ പേഷ്യന്റിന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പേഷ്യന്റിനോട് കമ്മ്യൂണിക്കേഷനും കൂടെ ചെയ്തുകൊണ്ടിരിക്കുക. പേഷ്യന്റ് കോൺഷ്യസ് ആണ് എന്നുണ്ടെങ്കിൽ ആണ് കേട്ടോ ഈ ഒരു കാര്യം റിലവന്റ് ആയിട്ടുള്ളൂ. പേഷ്യന്റിനോട് ചോദിക്കാൻ നമുക്ക് അബ്ഡോമിനൽ പെയിൻ ഉണ്ടോ, ഇത് ആദ്യമായിട്ടാണോ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്നുള്ള കുറച്ച് പുതിയ കാര്യങ്ങളും കൂടെ നമുക്ക് ആ സമയത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ ഇന്റർവെൻഷൻസും കൂടെ, അതായത് ഇപ്പൊ നമുക്ക് വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്ത സമയത്ത് നമ്മളുടെ സാച്ചുറേഷൻ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് ഓക്സിജനൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുക, ഒന്നും കൂടെ നന്നായിട്ട് അപ്രൈറ്റ് ആയിട്ട് ഇരുത്തുക, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് പറയാം. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പാണ് നമുക്ക് വരുന്നത് കോൾ ഫോർ ഹെൽപ്പ്, അതായത് ഡോക്ടേഴ്സിനെ വിളിക്കുക എന്നുള്ളത്. അപ്പം ഇതൊരു വാർഡ് സെറ്റിങ്ങിലാണ് ഈ ഒരു സംഭവം മെയിൻ ആയിട്ട് വരുന്നത്. ഡോക്ടേഴ്സിനെ വിളിക്കുമ്പോൾ നമ്മളുടെ സിറ്റുവേഷൻ, ബാക്ക്ഗ്രൗണ്ട്, അസസ്മെന്റ് ആൻഡ് റെക്കമെൻഡേഷൻ, ആ ഒരു ഫോർമാറ്റ് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യും എന്നുള്ളത് പറയുക. അപ്പം കൂടുതൽ അതിനകത്ത് പിന്നെ ക്വസ്റ്റ്യൻസ് വരത്തില്ല, അതായത് നമ്മൾ എല്ലാം അങ്ങോട്ട് പറയുവാണ്. അപ്പൊ റെക്കമെൻഡേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ ബ്ലഡ് വിടണോ അല്ലെങ്കിൽ എക്സ്റേ എടുക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇപ്പൊ പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മൾ ചെയ്യാനായിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഇപ്പൊ ഞാനൊരു ഒരു ആൻസർ ആയിട്ട് തന്നെ ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ആക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് അറിയാം, നമുക്ക് ഏത് സിറ്റുവേഷൻ, ഏതൊരു സിനാരിയോ കിട്ടിയിട്ടുണ്ടെങ്കിലും ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് ഒരു തപ്പിത്തടയിൽ ഉണ്ടാവില്ല. കാരണം നമുക്കറിയാം, ഓക്കെ ഇന്ന കാര്യം കൊണ്ടാണ് പേഷ്യന്റ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മൾ തിയറി നമുക്ക് അറിയാം, ഇങ്ങനെ ഒരു സംഭവമാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത്. അതിനെ എങ്ങനെ ഓർഡറിലാക്കി പറയണം എന്നുള്ളതായിരിക്കും പലർക്കും കൺഫ്യൂഷനായിട്ട് ഉണ്ടാവുക. അപ്പൊ ആ ഒരു കൺഫ്യൂഷനുള്ള സൊല്യൂഷനാണ് ഈ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ഈ ക്ലിനിക്കൽ സിനാരിയോ എക്സ്പ്ലനേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾക്കുള്ളതാണ്. അതായത് ഇപ്പോൾ വാർഡ് സെറ്റിങ്സിലും എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ സെറ്റിങ്സിലും ഒക്കെ ഉള്ളതാണ്. ഇപ്പൊ ICUവിൽ വരില്ല എന്നല്ല, ICUവിലും
ഉണ്ടാകാം. പക്ഷെ ICUവിന്റെ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, കുറച്ചും കൂടെ ICU സ്പെസിഫിക് ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്നും ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എങ്ങനെ ആൻസർ ചെയ്തതെന്നും അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അല്ലെങ്കിൽ ഇത് ഒത്തിരി ലെങ്തി ആയിപ്പോയി, ഇപ്പൊ തന്നെ ഒരുപാട് ലെങ്തി ആയി എന്ന് തോന്നുന്നു. ഇന്റർവ്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു സിനാരിയോ ബേസ്ഡ് ഒന്നല്ലെങ്കിൽ 2 ഉണ്ടാവും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഒന്ന് ആൻസർ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ജോലി കിട്ടും. പിന്നെ നമ്മൾക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ആ ഒരു കോൺഫിഡൻസ് കളയാതിരിക്കുക. നമുക്ക് ഇത് അറിയില്ല അല്ലെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക. അതായത് നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണെന്ന് ഉള്ള ആ ഒരു ഇത് ഭാവം നമ്മുടെ മുഖത്തുനിന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. ആരെങ്കിലും ഇൻ്റർവ്യൂ ഒക്കെ ട്രൈ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ പുതിയ വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ, മറന്നു പോകരുത്. ഞാൻ എല്ലാ വീഡിയോയിലും റിമൈൻഡ് ചെയ്യിപ്പിക്കാറുണ്ട്, പക്ഷെ എണ്ണം അങ്ങോട്ട് കൂടുന്നില്ല. എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഒരുപാട് ഞാൻ ഹാപ്പിയാണ്. കാരണം നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ എൻ്റെ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞതിൽ ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഒരാൾക്കെങ്കിലും ഞാൻ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ആവുകയാണെന്നുണ്ടെങ്കിൽ അത് മതി. അതാണ് എൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. പിന്നെ ഇതെൻ്റെ ഒരു പാഷനാണ് കേട്ടോ. ഞാനിപ്പോൾ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാലും ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോഴും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. എനിക്കത് ഇഷ്ടമാണ്, ഇങ്ങനെ മറ്റുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക, എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനിത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എൻ്റെ ആ ഒരു എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് എന്നെ ഒന്ന് അറിയിക്കുക. അതിനാണ് ഞാൻ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു നിരാശ വരത്തില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ട് ആരുടെ ഭാഗത്തുനിന്നും ഒരു റെസ്പോൺസും ഇല്ലല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ചെറിയ സങ്കടമൊക്കെ ചില സമയത്ത് വരാറുണ്ട്. എനിവേ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.